നമസ്കാരം. മല്ലുടെക് ജിബിസ് വ്ലോഗ്സിൻ്റെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുതിയതായിട്ട് കടന്നു വരുന്ന കെയർ ഗീവേഴ്സ് അവരുടെ വീടുകളിൽ ആത്മാർത്ഥതയില്ലാതെ, ഡെഡിക്കേഷൻ ഇല്ലാതെ, സമർപ്പണമില്ലാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അതിൽ മനസ്സ് മടുത്തുകൊണ്ട് ആ ഫാമിലിയിലെ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ മക്കൾ എല്ലാം കൂടി കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് കെയർ ഗീവേഴ്സിനെ ഒഴിവാക്കുന്നൊരവസ്ഥ, അതായത് ഇലയ്ക്കും മുളരും കേടില്ലാത്ത രീതിയിൽ ഒഴിവാക്കുന്നൊരവസ്ഥ പല കെയർ ഗീവേഴ്സിനും പുതിയ കെയർ ഗീവേഴ്സിനും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ റീസൺ, നമ്മളൊരു പുതിയ ഫാമിലി വന്ന് കയറി നമ്മുടെ ലഗേജ് വെച്ച് നമ്മളൊരു ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യങ്ങൾ ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാനുള്ള കെയർ ഗീവേഴ്സിൻ്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള സമീപനം, ദ കെയർ ഗീവർ ഷുഡ് റിയലൈസേഷൻ ഓർ റിയാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത് പോലെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഫോണിക്കളി, ടൈം ടേബിൾ ഇല്ലാത്തൊരവസ്ഥ, ക്ലീൻ ചെയ്യുന്നൊരവസ്ഥ, ഒരു മച്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ പല വിധത്തിലുള്ള ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് മക്കൾ കൂടി തീരുമാനമെടുത്തിട്ട് അവർക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് അവർ പറയും, അതെ ഞങ്ങൾക്ക് ഈ അപ്പച്ചനെ നോക്കാനുള്ള, അല്ലെങ്കിൽ ഈ അമ്മച്ചിയെ നിന്നെ വെച്ചുകൊണ്ട് നോക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രതയില്ല, അതുകൊണ്ട് നീ വേറൊരു ജോലി നോക്കിക്കോ കേട്ടോ, ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുന്നുള്ളൂ, ഞങ്ങൾക്ക് നിനക്ക് പേയ്മെൻറ്റ് തരാനില്ല. അപ്പം ആ കെയർ ഗീവർ ഓർക്കും, എത്ര നല്ല ഫാമിലി, പൈസ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ പറയുന്നത്, ഓക്കെ കുഴപ്പമില്ല എന്ന് ഓർക്കും. സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്, സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അവർക്ക് അപ്പച്ചനെ അമ്മച്ചി നോക്കാൻ ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ പേയ്മെൻറ്റ് കൊടുത്ത്, ഏജൻസിക്ക് പേയ്മെൻറ്റ് കൊടുത്ത്, സോഷ്യൽ വർക്കറെ വെച്ച് ചെക്ക് ചെയ്യിച്ച് അവിടുത്തെ എല്ലാ ലൈസൻസും അവിടുത്തെ എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിങ്ങളിവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തുന്നത് ആ അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാൻ, ആ അപ്പച്ചനെ അമ്മച്ചിക്കും വേണ്ടി ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ കൊണ്ടുവന്ന നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളും, ആ വീട്ടിൽ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയും, സമർപ്പണമില്ലായ്മയും, ജോലിയോട് കൂറില്ലായ്മയും, എന്നാൽ ഫുൾ ടൈം ഫോൺ, രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഫോണാണ്, ഹെഡ്സെറ്റാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണിൻ്റെ ഏതെങ്കിലും സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഗ്രൂപ്പ് കോളും മറു സൈഡിൽ കുക്കിങ്ങുമാണ്. അപ്പച്ചൻ അവിടെ കിടന്ന് ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി തൊണ്ടപൊട്ടി ചുമയ്ക്കുമ്പം ഇപ്പറേ 3-4 കൂട്ടുകാർ കൂടി അവർ അറമാദിക്കുകയാണ്. എന്നിട്ട് കിടന്ന് കുണുകുണ ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവസാനം മക്കൾ അവരുടെ ഇതിൽ കണ്ടിട്ട് പറയാണ്, അമ്മച്ചിക്ക് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അപ്പച്ചന് വെള്ളം കൊടുക്കുക, ഇതേ മരണത്തോട് മല്ലിട്ട് അടിക്കുന്നത്, നിന്നെ പിന്നെ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്. ചില ഫാമിലി ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയും, ചില ഫാമിലി സമാധാനപരമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയും, ഞങ്ങളുടെ അമ്മച്ചിക്ക് അല്ലെങ്കിൽ അപ്പച്ചന് കിട്ടിക്കൊണ്ടിരുന്ന അലവൻസ് എല്ലാം കട്ടായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിന്നെ സാലറി തരാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇല്ല, സോ നീ മറ്റൊരു ജോലിയിലേക്ക് പോകാൻ. ദയവ് ചെയ്ത സുഹൃത്തുക്കളെ, നിങ്ങൾ വന്നിട്ട് 1-ാം മാസമോ 2-ാം മാസമോ 3-ാം മാസമോ അല്ലെങ്കിൽ 4 മാസത്തിനിടയ്ക്ക് നിങ്ങളെ ആ ഫാമിലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ കാരണം സാമ്പത്തികമില്ലായ്മയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാത്തവരാണ് എന്നാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടെർമിനേഷൻ, ഏത് രീതിയിലും നിങ്ങൾക്ക് ടെർമിനേഷൻ കിട്ടാം. നിങ്ങളൊരു നോട്ടത്തിൽ ഒരു ക്രൂരത വന്നാൽ പോലും, ഐ കോണ്ടാക്റ്റിൽ, നിങ്ങളുടെ മുഖഭാവത്തിൽ, കാരണം ഒരു കെയർ ഗീവർ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ മുറി, നിങ്ങളെല്ലാ ജോലിയും കഴിഞ്ഞിരിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചി നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവാം. പക്ഷേ ആ ദേഷ്യം ആ മുറിയിൽ നിന്ന് ഇറങ്ങുന്നവരെ മാത്രം കാണിച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് മായിമ്മ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വയ്യാത്തൊരു അപ്പച്ചനെ അല്ലെങ്കിൽ വയ്യാത്തൊരു അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ തരത്തിലേക്കുള്ള ഒരു മാനസിക സമർപ്പണമില്ലാത്തവരൊന്നും ഈ പരിപാടിക്ക് പൈസ കൊടുത്ത് വരാതിരിക്കുക. അവസാനം ഈ പറയുന്നവർ പണിയെടുക്കത്തുമില്ല. ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പം ഉള്ള ഒരു പരാതിയാണ്, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കിതാണ് അവസ്ഥ എന്ന് പറയുന്നതിനപ്പുറം, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വന്നെങ്കിൽ ഈ ലക്ഷങ്ങളെക്കാൾ ലക്ഷങ്ങൾ ഞാൻ ഉണ്ടാക്കും, അതിനുവേണ്ടി ഞാനൊന്ന് സമർപ്പണം ചെയ്യണം, ഞാനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം, ഞാനൊന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള മുന്നൊരുക്കമുള്ളവർക്ക് മാത്രം ഈ മേഖല തിരഞ്ഞെടുക്കുക. സോ ഞാൻ ഫൈനലൈസ് ചെയ്യുകയാണ്. നിങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ 3-4 മാസം വരെ നിങ്ങളെ സഹിച്ചിട്ട് ആ ഫാമിലി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള എക്കണോമിക്കൽ സ്ട്രാറ്റജി ഇല്ല എന്ന് നിങ്ങളുടെ ചെവിയിൽ വന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ ഒരു കാശിനും കൊള്ളില്ല. നിങ്ങൾ ആ വീട്ടിൽ ജോലി ചെയ്യാൻ അർഹതയില്ലാത്തവരാണ്.
നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് കോപ്രായങ്ങളാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിക്കോ മക്കൾക്കോ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഇത് പറയുന്നത്. സോ പുതിയതായിട്ടുള്ള കെയർ ഗീവേഴ്സ് ഇത് ഒരുങ്ങുക. നമ്മുടെ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കെയർ ഗീവറായിട്ട് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. A to Z കാര്യങ്ങൾ, ഫാമിലി കൗൺസിലിംഗ് മുതൽ ഇവിടെ വന്നതിന് ശേഷമുള്ള നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടെ നിന്നുകൊണ്ട് ടീം വർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെസിയോനയിലെ വിശാലമായ ഒരു പാർക്കിൽ നിന്ന് സ്വന്തം ജിബി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. മല്ലുടെക് ജിബിസ് വ്ലോഗ്സിൻ്റെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുതിയതായിട്ട് കടന്നു വരുന്ന കെയർ ഗീവേഴ്സ് അവരുടെ വീടുകളിൽ ആത്മാർത്ഥതയില്ലാതെ, ഡെഡിക്കേഷൻ ഇല്ലാതെ, സമർപ്പണമില്ലാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അതിൽ മനസ്സ് മടുത്തുകൊണ്ട് ആ ഫാമിലിയിലെ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ മക്കൾ എല്ലാം കൂടി കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് കെയർ ഗീവേഴ്സിനെ ഒഴിവാക്കുന്നൊരവസ്ഥ, അതായത് ഇലയ്ക്കും മുളരും കേടില്ലാത്ത രീതിയിൽ ഒഴിവാക്കുന്നൊരവസ്ഥ പല കെയർ ഗീവേഴ്സിനും പുതിയ കെയർ ഗീവേഴ്സിനും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ റീസൺ, നമ്മളൊരു പുതിയ ഫാമിലി വന്ന് കയറി നമ്മുടെ ലഗേജ് വെച്ച് നമ്മളൊരു ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യങ്ങൾ ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാനുള്ള കെയർ ഗീവേഴ്സിൻ്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള സമീപനം. ദ കെയർ ഗീവർ ഷുഡ് റിയലൈസ് ദ റിയലൈസേഷൻ ഓർ റിയാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത് പോലെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഫോണിക്കളി, ടൈം ടേബിൾ ഇല്ലാത്തൊരവസ്ഥ, ക്ലീൻ ചെയ്യാത്തൊരവസ്ഥ, ഒരു മച്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ പല വിധത്തിലുള്ള ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് മക്കൾ കൂടി തീരുമാനമെടുത്തിട്ട് അവർക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് അവർ പറയും, അതെ ഞങ്ങൾക്ക് ഈ അപ്പച്ചനെ നോക്കാനുള്ള, അല്ലെങ്കിൽ ഈ അമ്മച്ചിയെ നിന്നെ വെച്ചുകൊണ്ട് നോക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രതയില്ല, അതുകൊണ്ട് നീ വേറൊരു ജോലി നോക്കിക്കോ കേട്ടോ, ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുന്നുള്ളൂ, ഞങ്ങൾക്ക് നിനക്ക് പേയ്മെൻറ്റ് തരാനില്ല. അപ്പം ആ കെയർ ഗീവർ ഓർക്കും, എത്ര നല്ല ഫാമിലി, പൈസ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ പറയുന്നത്, ഓക്കെ കുഴപ്പമില്ല എന്നോർക്കും. സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അവർക്ക് അപ്പച്ചനെ അമ്മച്ചി നോക്കാൻ ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ പേയ്മെൻറ്റ് കൊടുത്ത്, ഏജൻസിക്ക് പേയ്മെൻറ്റ് കൊടുത്ത്, സോഷ്യൽ വർക്കറെ വെച്ച് ചെക്ക് ചെയ്യിച്ച് അവിടുത്തെ എല്ലാ ലൈസൻസും അവിടുത്തെ എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിങ്ങളിവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തുന്നത് ആ അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാൻ ആ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളും ആ വീട്ടിൽ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയും സമർപ്പണമില്ലായ്മയും ജോലിയോട് കൂറില്ലായ്മയും, എന്നാൽ ഫുൾ ടൈം ഫോൺ, രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഫോണാണ്, ഹെഡ്സെറ്റാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണിൻ്റെ ഏതെങ്കിലും സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഗ്രൂപ്പ് കോളും മറു സൈഡിൽ കുക്കിങ്ങുമാണ്. അപ്പച്ചൻ അവിടെ കിടന്ന് ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി തൊണ്ടപൊട്ടി ചുമയ്ക്കുമ്പം ഇപ്പറേ 3-4 കൂട്ടുകാർ കൂടി അവർ അറമാദിക്കുകയാണ്. എന്നിട്ട് കിടന്ന് കുണുകുണ ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവസാനം മക്കൾ അവരുടെ ഇതിൽ കണ്ടിട്ട് പറയാണ്, അമ്മച്ചിക്ക് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അപ്പച്ചന് വെള്ളം കൊടു, ഇതേ മരണത്തോടെ മല്ലിട്ട് അടിക്കുന്നത്, നിന്നെ പിന്നെ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്. ചില ഫാമിലി ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയും. ചില ഫാമിലി സമാധാനപരമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയും, ഞങ്ങളുടെ അമ്മച്ചിക്ക് അല്ലെങ്കിൽ അപ്പച്ചന് കിട്ടിക്കൊണ്ടിരുന്ന അലവൻസ് എല്ലാം കട്ടായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിന്നെ സാലറി തരാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇല്ല, സോ നീ മറ്റൊരു ജോലിയിലേക്ക് പോകാൻ. ദയവ് ചെയ്ത സുഹൃത്തുക്കളെ, നിങ്ങൾ വന്നിട്ട് 1-ാം മാസമോ 2-ാം മാസമോ 3-ാം മാസമോ അല്ലെങ്കിൽ 4 മാസത്തിനിടയ്ക്ക് നിങ്ങളെ ആ ഫാമിലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ കാരണം സാമ്പത്തികമില്ലായ്മയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാത്തവരാണ് എന്നാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടെർമിനേഷൻ, ഏത് രീതിയിലും നിങ്ങൾക്ക് ടെർമിനേഷൻ കിട്ടാം. നിങ്ങളുടെ ഒരു നോട്ടത്തിൽ ഒരു ക്രൂരത വന്നാൽ പോലും, ഐ കോണ്ടാക്റ്റിൽ, നിങ്ങളുടെ മുഖഭാവത്തിൽ, കാരണം ഒരു കെയർ ഗീവർ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ മുറി, നിങ്ങളെല്ലാ ജോലിയും കഴിഞ്ഞിരിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചി നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവാം. പക്ഷേ ആ ദേഷ്യം ആ മുറിയിൽ നിന്ന് ഇറങ്ങുന്നവരെ മാത്രം കാണിച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് മായിമ്മ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വയ്യാത്തൊരു അപ്പച്ചനെ അല്ലെങ്കിൽ വയ്യാത്തൊരു അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ തരത്തിലേക്കുള്ള ഒരു മാനസിക സമർപ്പണമില്ലാത്തവരൊന്നും ഈ പരിപാടിക്ക് പൈസ കൊടുത്ത് വരാതിരിക്കുക. അവസാനം ഈ പറയുന്നവർ പണിയെടുക്കത്തുമില്ല. ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പം ഉള്ള ഒരു പരാതിയാണ്, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്നിട്ട്
ഞങ്ങൾക്കിതാണ് അവസ്ഥ എന്ന് പറയുന്നതിനപ്പുറം ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വന്നെങ്കിൽ ഈ ലക്ഷങ്ങളെക്കാൾ ലക്ഷങ്ങൾ ഞാൻ ഉണ്ടാക്കും, അതിനുവേണ്ടി ഞാനൊന്ന് സമർപ്പണം ചെയ്യണം, ഞാനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം, ഞാനൊന്ന് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള മുന്നൊരുക്കമുള്ളവർക്ക് മാത്രം ഈ മേഖല തിരഞ്ഞെടുക്കുക. സോ ഞാൻ ഫൈനലൈസ് ചെയ്യുകയാണ്. നിങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ 3-4 മാസം വരെ നിങ്ങളെ സഹിച്ചിട്ട് ആ ഫാമിലി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള ഇക്കണോമിക്കൽ സ്ട്രാറ്റജി ഇല്ല എന്ന് നിങ്ങളുടെ ചെവിയിൽ വന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ ഒരു കാശിനും കൊള്ളില്ല. നിങ്ങൾ ആ വീട്ടിൽ ജോലി ചെയ്യാൻ അർഹതയില്ലാത്തവരാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് കോപ്രായങ്ങളാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിക്കോ മക്കൾക്കോ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളോടിത് പറയുന്നത്. സോ പുതിയതായിട്ടുള്ള കെയർ ഗീവേഴ്സ് ഇത് ഒരുങ്ങുക. നമ്മുടെ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കെയർ ഗീവറായിട്ട് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. A to Z കാര്യങ്ങൾ, ഫാമിലി കൗൺസിലിംഗ് മുതൽ ഇവിടെ വന്നതിന് ശേഷമുള്ള നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടെ നിന്നുകൊണ്ട് ടീം വർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെസിയോനയിലെ വിശാലമായ ഒരു പാർക്കിൽ നിന്ന് സ്വന്തം ജിബി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. മല്ലുടെക് ജിബിസ് വ്ലോഗ്സിൻ്റെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുതിയതായിട്ട് കടന്നു വരുന്ന കെയർ ഗീവേഴ്സ് അവരുടെ വീടുകളിൽ ആത്മാർത്ഥതയില്ലാതെ, ഡെഡിക്കേഷൻ ഇല്ലാതെ, സമർപ്പണമില്ലാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അതിൽ മനസ്സ് മടുത്തുകൊണ്ട് ആ ഫാമിലിയിലെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയോ മക്കൾ എല്ലാം കൂടി കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് കെയർ ഗീവേഴ്സിനെ ഒഴിവാക്കുന്നൊരവസ്ഥ, അതായത് ഇലയ്ക്കും മുള്ളനും കേടില്ലാത്ത രീതിയിൽ ഒഴിവാക്കുന്നൊരവസ്ഥ പല കെയർ ഗീവേഴ്സിനും പുതിയ കെയർ ഗീവേഴ്സിനും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ റീസൺ, നമ്മളൊരു പുതിയ ഫാമിലി വന്ന് കയറി നമ്മുടെ ലഗേജ് വെച്ച് നമ്മളൊരു ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യങ്ങൾ ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാനുള്ള കെയർ ഗീവേഴ്സിൻ്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള സമീപനം. ദ കെയർ ഗീവർ ഷുഡ് റിയലൈസേഷൻ ഓർ റിയാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത് പോലെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഫോണിക്കളി, ടൈം ടേബിൾ ഇല്ലാത്തൊരവസ്ഥ, ക്ലീൻ ചെയ്യുന്നൊരവസ്ഥ, ഒരു മച്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ പല വിധത്തിലുള്ള ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് മക്കൾ കൂടി തീരുമാനമെടുത്തിട്ട് അവർക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് അവർ പറയും, അതെ ഞങ്ങൾക്ക് ഈ അപ്പച്ചനെ നോക്കാനുള്ള, അല്ലെങ്കിൽ ഈ അമ്മച്ചിയെ നിന്നെ വെച്ചുകൊണ്ട് നോക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രതയില്ല, അതുകൊണ്ട് നീ വേറൊരു ജോലി നോക്കിക്കോ കേട്ടോ, ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുന്നുള്ളൂ, ഞങ്ങൾക്ക് നിനക്ക് പേയ്മെൻറ്റ് തരാനില്ല. അപ്പം ആ കെയർ ഗീവർ ഓർക്കും, എത്ര നല്ല ഫാമിലി, പൈസ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ പറയുന്നത്, ഓക്കെ കുഴപ്പമില്ല എന്നോർക്കും. സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്, സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അവർക്ക് അപ്പച്ചനെ അമ്മച്ചി നോക്കാൻ ഒരാളെ വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ പേയ്മെൻറ്റ് കൊടുത്ത്, ഏജൻസിക്ക് പേയ്മെൻറ്റ് കൊടുത്ത്, സോഷ്യൽ വർക്കറെ വെച്ച് ചെക്ക് ചെയ്യിച്ച് അവിടുത്തെ എല്ലാ ലൈസൻസും അവിടുത്തെ എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിങ്ങളിവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തുന്നത് ആ അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാൻ ആ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളും, ആ വീട്ടിൽ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയും, സമർപ്പണമില്ലായ്മയും, ജോലിയോട് കൂറില്ലായ്മയും, എന്നാൽ ഫുൾ ടൈം ഫോൺ, രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഫോണാണ്, ഹെഡ്സെറ്റാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണിൻ്റെ ഏതെങ്കിലും സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഗ്രൂപ്പ് കോളും മറു സൈഡിൽ കുക്കിങ്ങുമാണ്. അപ്പച്ചൻ അവിടെ കിടന്ന് ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി തൊണ്ടപൊട്ടി ചുമയ്ക്കുമ്പം ഇപ്പറേ 3-4 കൂട്ടുകാർ കൂടി അവർ അറമാദിക്കുകയാണ്. എന്നിട്ട് കിടന്ന് കുണുകുണ ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവസാനം മക്കൾ അവരുടെ ഇതിൽ കണ്ടിട്ട് പറയാണ്, അമ്മച്ചിക്ക് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അപ്പച്ചന് വെള്ളം കൊടു, ഇതേ മരണത്തോടെ മല്ലിട്ട് അടിക്കുന്നത്, നിന്നെ പിന്നെ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്. ചില ഫാമിലി ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയും, ചില ഫാമിലി സമാധാനപരമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയും, ഞങ്ങളുടെ അമ്മച്ചിക്ക് അല്ലെങ്കിൽ അപ്പച്ചന് കിട്ടിക്കൊണ്ടിരുന്ന അലവൻസ് എല്ലാം കട്ടായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിന്നെ സാലറി തരാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇല്ല, സോ നീ മറ്റൊരു ജോലിയിലേക്ക് പോകാൻ. ദയവ് ചെയ്ത സുഹൃത്തുക്കളെ, നിങ്ങൾ വന്നിട്ട് 1-ാം മാസമോ 2-ാം മാസമോ 3-ാം മാസമോ അല്ലെങ്കിൽ 4 മാസത്തിനിടയ്ക്ക് നിങ്ങളെ ആ ഫാമിലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ കാരണം സാമ്പത്തികമില്ലായ്മയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാത്തവരാണ് എന്നാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടെർമിനേഷൻ, ഏത് രീതിയിലും നിങ്ങൾക്ക് ടെർമിനേഷൻ കിട്ടാം. നിങ്ങളൊരു നോട്ടത്തിൽ ഒരു ക്രൂരത വന്നാൽ പോലും, ഐ കോണ്ടാക്റ്റിൽ, നിങ്ങളുടെ മുഖഭാവത്തിൽ, കാരണം ഒരു കെയർ ഗീവർ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്
നിങ്ങളുടെ പേഴ്സണൽ മുറി നിങ്ങൾ എല്ലാ ജോലിയും കഴിഞ്ഞിരിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചി നിങ്ങളെ വിളിക്കാം. നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവാം. പക്ഷേ ആ ദേഷ്യം ആ മുറിയിൽ നിന്ന് ഇറങ്ങുന്നവരെ മാത്രം കാണിച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് മാ അപ്പാ മായിമ്മ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വയ്യാത്തൊരു അപ്പച്ചനെ അല്ലെങ്കിൽ വയ്യാത്തൊരു അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ തരത്തിലേക്കുള്ള ഒരു മാനസിക സമർപ്പണമില്ലാത്തവരൊന്നും ഈ പരിപാടിക്ക് പൈസ കൊടുത്ത് വരാതിരിക്കുക. അവസാനം ഈ പറയുന്നവർ പണിയെടുക്കത്തുമില്ല. ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പം ഉള്ള ഒരു പരാതിയാണ്, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കിതാണ് അവസ്ഥ എന്ന് പറയുന്നതിനപ്പുറം, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വന്നെങ്കിൽ ഈ ലക്ഷങ്ങളെക്കാൾ ലക്ഷങ്ങൾ ഞാൻ ഉണ്ടാക്കും, അതിനുവേണ്ടി ഞാനൊന്ന് സമർപ്പണം ചെയ്യണം, ഞാനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം, ഞാനൊന്ന് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള മുന്നൊരുക്കമുള്ളവർക്ക് മാത്രം ഈ മേഖല തിരഞ്ഞെടുക്കുക. സോ ഞാൻ ഫൈനലൈസ് ചെയ്യുകയാണ്. നിങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ 3-4 മാസം വരെ നിങ്ങളെ സഹിച്ചിട്ട് ആ ഫാമിലി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള ഇക്കണോമിക്കൽ സ്ട്രാറ്റജി ഇല്ല എന്ന് നിങ്ങളുടെ ചെവിയിൽ വന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ ഒരു കാശിനും കൊള്ളില്ല. നിങ്ങൾ ആ വീട്ടിൽ ജോലി ചെയ്യാൻ അർഹതയില്ലാത്തവരാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് കോപ്രായങ്ങളാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിക്കോ മക്കൾക്കോ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളോടിത് പറയുന്നത്. സോ പുതിയതായിട്ടുള്ള കെയർ ഗീവേഴ്സ് ഇത് ഒരുങ്ങുക. നമ്മുടെ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കെയർ ഗീവറായിട്ട് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. A to Z കാര്യങ്ങൾ, ഫാമിലി കൗൺസിലിംഗ് മുതൽ ഇവിടെ വന്നതിന് ശേഷമുള്ള നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടെ നിന്നുകൊണ്ട് ജയം ടീം വർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെസിയോനയിലെ വിശാലമായ ഒരു പാർക്കിൽ നിന്ന് സ്വന്തം ജിബി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. മല്ലുടെക് ജിബിസ് വ്ലോഗ്സിൻ്റെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുതിയതായിട്ട് കടന്നു വരുന്ന കെയർ ഗീവേഴ്സ് അവരുടെ വീടുകളിൽ ആത്മാർത്ഥതയില്ലാതെ, ഡെഡിക്കേഷൻ ഇല്ലാതെ, സമർപ്പണമില്ലാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അതിൽ മനസ്സ് മടുത്തുകൊണ്ട് ആ ഫാമിലിയിലെ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ മക്കൾ എല്ലാം കൂടി കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് കെയർ ഗീവേഴ്സിനെ ഒഴിവാക്കുന്നൊരവസ്ഥ, അതായത് ഇലയ്ക്കും മുള്ളനും കേടില്ലാത്ത രീതിയിൽ ഒഴിവാക്കുന്നൊരവസ്ഥ പല കെയർ ഗീവേഴ്സിനും പുതിയ കെയർ ഗീവേഴ്സിനും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ റീസൺ, നമ്മളൊരു പുതിയ ഫാമിലി വന്ന് കയറി നമ്മുടെ ലഗേജ് വെച്ച് നമ്മളൊരു ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യങ്ങൾ ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാനുള്ള കെയർ ഗീവേഴ്സിൻ്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള സമീപനം, ദ കെയർ ഗീവർ ഷുഡ് റിയലൈസ് ദ റിയലൈസേഷൻ ഓർ റിയാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത് പോലെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഫോണിക്കളി, ടൈം ടേബിൾ ഇല്ലാത്തൊരവസ്ഥ, ക്ലീൻ ചെയ്യുന്നൊരവസ്ഥ, ഒരു മച്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ പല വിധത്തിലുള്ള ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് മക്കൾ കൂടി തീരുമാനമെടുത്തിട്ട് അവർക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് അവർ പറയും, അതെ ഞങ്ങൾക്ക് ഈ അപ്പച്ചനെ നോക്കാനുള്ള അല്ലെങ്കിൽ ഈ അമ്മച്ചിയെ നിന്നെ വെച്ചുകൊണ്ട് നോക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രതയില്ല, അതുകൊണ്ട് നീ വേറൊരു ജോലി നോക്കിക്കോ കേട്ടോ, ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുന്നുള്ളൂ, ഞങ്ങൾക്ക് നിനക്ക് പേയ്മെൻറ്റ് തരാനില്ല. അപ്പം ആ കെയർ ഗീവർ ഓർക്കും, എത്ര നല്ല ഫാമിലി, പൈസ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ പറയുന്നത്, ഓക്കെ കുഴപ്പമില്ല എന്നോർക്കും. സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്, സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അവർക്ക് അപ്പച്ചനെ അമ്മച്ചി നോക്കാൻ ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ പേയ്മെൻറ്റ് കൊടുത്ത്, ഏജൻസിക്ക് പേയ്മെൻറ്റ് കൊടുത്ത്, സോഷ്യൽ വർക്കറെ വെച്ച് ചെക്ക് ചെയ്യിച്ച് അവിടുത്തെ എല്ലാ ലൈസൻസും അവിടുത്തെ എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിങ്ങളിവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തുന്നത് ആ അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാൻ ആ അപ്പച്ചനെ അമ്മച്ചിക്കും വേണ്ടി ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളും ആ വീട്ടിൽ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയും സമർപ്പണമില്ലായ്മയും ജോലിയോട് കൂറില്ലായ്മയും, എന്നാൽ ഫുൾ ടൈം ഫോൺ, രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഫോണാണ്, ഹെഡ്സെറ്റാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണിൻ്റെ ഏതെങ്കിലും സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഗ്രൂപ്പ് കോളും മറു സൈഡിൽ കുക്കിങ്ങുമാണ്. അപ്പച്ചൻ അവിടെ കിടന്ന് ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി തൊണ്ടപട്ടി ചുമയ്ക്കുമ്പം ഇപ്പറേ 3-4 കൂട്ടുകാർ കൂടി അവർ അറമാദിക്കുകയാണ്. എന്നിട്ട് കിടന്ന് കുണുകുണ ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവസാനം മക്കൾ അവരുടെ ഇതിൽ കണ്ടിട്ട് പറയാണ്, അമ്മച്ചിക്ക് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അപ്പച്ചന് വെള്ളം കൊടു, ഇതേ മരണത്തോടെ മല്ലിട്ട് അടിക്കുന്നത്, നിന്നെ പിന്നെ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്. ചില ഫാമിലി ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയും, ചില ഫാമിലി സമാധാനപരമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയും, ഞങ്ങളുടെ അമ്മച്ചിക്ക് അല്ലെങ്കിൽ അപ്പച്ചന് കിട്ടിക്കൊണ്ടിരുന്ന അലവൻസ് എല്ലാം കട്ടായിപ്പോയി, അതുകൊണ്ട്
ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിന്നെ സാലറി തരാനുള്ള ഒരു 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 ക്യാപ്പബിലിറ്റി ഇല്ല. സോ നീ മറ്റൊരു ജോലിയിലേക്ക് പോകാൻ. ദയവ് ചെയ്ത സുഹൃത്തുക്കളെ, നിങ്ങൾ വന്നിട്ട് 1-ാം മാസമോ 2-ാം മാസമോ 3-ാം മാസമോ അല്ലെങ്കിൽ 4 മാസത്തിനിടയ്ക്ക് നിങ്ങളെ ആ ഫാമിലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ കാരണം സാമ്പത്തികമില്ലായ്മയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാത്തവരാണ് എന്നാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടെർമിനേഷൻ, ഏത് രീതിയിലും നിങ്ങൾക്ക് ടെർമിനേഷൻ കിട്ടാം. നിങ്ങളൊരു നോട്ടത്തിൽ ഒരു ക്രൂരത വന്നാൽ പോലും, ഐ കോണ്ടാക്റ്റിൽ, നിങ്ങളുടെ മുഖഭാവത്തിൽ. കാരണം ഒരു കെയർ ഗീവർ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ മുറി നിങ്ങളെല്ലാ ജോലിയും കഴിഞ്ഞിരിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചും നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവാം. പക്ഷേ ആ ദേഷ്യം ആ മുറിയിൽ നിന്ന് ഇറങ്ങുന്നവരെ മാത്രം കാണിച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് മാ അബ മായിമ്മ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വയ്യാത്തൊരു അപ്പച്ചനെ അല്ലെങ്കിൽ വയ്യാത്തൊരു അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ തരത്തിലേക്കുള്ള ഒരു മാനസിക സമർപ്പണമില്ലാത്തവരൊന്നും ഈ പരിപാടിക്ക് പൈസ കൊടുത്ത് വരാതിരിക്കുക. അവസാനം ഈ പറയുന്നവർ പണിയെടുക്കത്തുമില്ല. ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പം ഉള്ള ഒരു പരാതിയാണ്, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കിതാണ് അവസ്ഥ എന്ന് പറയുന്നതിനപ്പുറം, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വന്നെങ്കിൽ ഈ ലക്ഷങ്ങളെക്കാൾ ലക്ഷങ്ങൾ ഞാൻ ഉണ്ടാക്കും, അതിനുവേണ്ടി ഞാനൊന്ന് സമർപ്പണം ചെയ്യണം, ഞാനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം, ഞാനൊന്ന് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള മുന്നൊരുക്കമുള്ളവർക്ക് മാത്രം ഈ മേഖല തിരഞ്ഞെടുക്കുക. സോ ഞാൻ ഫൈനലൈസ് ചെയ്യുകയാണ്. നിങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ 3-4 മാസം വരെ നിങ്ങളെ സഹിച്ചിട്ട് ആ ഫാമിലി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള ഇക്കണോമിക്കൽ സ്ട്രാറ്റജി ഇല്ല എന്ന് നിങ്ങളുടെ ചെവിയിൽ വന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ ഒരു കാശിനും കൊള്ളില്ല. നിങ്ങൾ ആ വീട്ടിൽ ജോലി ചെയ്യാൻ അർഹതയില്ലാത്തവരാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് കോപ്രായങ്ങളാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിക്കോ മക്കൾക്കോ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളോടിത് പറയുന്നത്. സോ പുതിയതായിട്ടുള്ള കെയർ ഗീവേഴ്സ് ഇത് ഒരുങ്ങുക. നമ്മുടെ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കെയർ ഗീവറായിട്ട് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. A to Z കാര്യങ്ങൾ, ഫാമിലി കൗൺസിലിംഗ് മുതൽ ഇവിടെ വന്നതിന് ശേഷമുള്ള നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടെ നിന്നുകൊണ്ട് ടീം വർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെസിയോനയിലെ വിശാലമായ ഒരു പാർക്കിൽ നിന്ന് സ്വന്തം ജിബി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. മല്ലുടെക് ജിബിസ് വ്ലോഗ്സിൻ്റെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുതിയതായിട്ട് കടന്നു വരുന്ന കെയർ ഗീവേഴ്സ്, അവരുടെ വീടുകളിൽ ആത്മാർത്ഥതയില്ലാതെ, ഡെഡിക്കേഷൻ ഇല്ലാതെ, സമർപ്പണമില്ലാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അതിൽ മനസ്സ് മടുത്തുകൊണ്ട് ആ ഫാമിലിയിലെ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ മക്കൾ എല്ലാം കൂടി കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് കെയർ ഗീവേഴ്സിനെ ഒഴിവാക്കുന്നൊരവസ്ഥ, അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒഴിവാക്കുന്നൊരവസ്ഥ പല കെയർ ഗീവേഴ്സിനും പുതിയ കെയർ ഗീവേഴ്സിനും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ റീസൺ, നമ്മളൊരു പുതിയ ഫാമിലി വന്ന് കയറി നമ്മുടെ ലഗേജ് വെച്ച് നമ്മളൊരു ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യങ്ങൾ ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാനുള്ള കെയർ ഗീവേഴ്സിൻ്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള സമീപനം, ദ കെയർ ഗീവർ ഷുഡ് റിയലൈസ് ദ റിയലൈസേഷൻ ഓർ റിയാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത് പോലെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഫോണിക്കളി, ടൈം ടേബിൾ ഇല്ലാത്തൊരവസ്ഥ, ക്ലീൻ ചെയ്യുന്നൊരവസ്ഥ, ഒരു മച്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ പല വിധത്തിലുള്ള ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് മക്കൾ കൂടി തീരുമാനമെടുത്തിട്ട് അവർക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് അവർ പറയും, അതെ ഞങ്ങൾക്ക് ഈ അപ്പച്ചനെ നോക്കാനുള്ള അല്ലെങ്കിൽ ഈ അമ്മച്ചിയെ നിന്നെ വെച്ചുകൊണ്ട് നോക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രതയില്ല, അതുകൊണ്ട് നീ വേറൊരു ജോലി നോക്കിക്കോ കേട്ടോ, ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുന്നുള്ളൂ, ഞങ്ങൾക്ക് നിനക്ക് പേയ്മെൻറ്റ് തരാനില്ല. അപ്പം ആ കെയർ ഗീവർ ഓർക്കും, എത്ര നല്ല ഫാമിലി, പൈസ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ പറയുന്നത്, ഓക്കെ കുഴപ്പമില്ല എന്ന് ഓർക്കും. സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്, സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അവർക്ക് അപ്പച്ചനെ അമ്മച്ചി നോക്കാൻ ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ പേയ്മെൻറ്റ് കൊടുത്ത്, ഏജൻസിക്ക് പേയ്മെൻറ്റ് കൊടുത്ത്, സോഷ്യൽ വർക്കറെ വെച്ച് ചെക്ക് ചെയ്യിച്ച് അവിടുത്തെ എല്ലാ ലൈസൻസും അവിടുത്തെ എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിങ്ങളിവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തുന്നത് ആ അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാൻ ആ അപ്പച്ചനെ അമ്മച്ചിക്കും വേണ്ടി ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളും ആ വീട്ടിൽ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയും സമർപ്പണമില്ലായ്മയും ജോലിയോട് കൂറില്ലായ്മയും, എന്നാൽ ഫുൾ ടൈം ഫോൺ, രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഫോണാണ്.
ഹെഡ്സെറ്റാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണിൻ്റെ ഏതെങ്കിലും സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഗ്രൂപ്പ് കോളും മറു സൈഡിൽ കുക്കിങ്ങുമാണ്. അപ്പച്ചൻ അവിടെ കിടന്ന് ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി തൊണ്ട പൊട്ടി ചുമയ്ക്കുമ്പം ഇപ്പറേ 3-4 കൂട്ടുകാർ കൂടി അവർ അറമാദിക്കുകയാണ്. എന്നിട്ട് കിടന്ന് കുണുകുണ ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവസാനം മക്കൾ അവരുടെ ഇതിൽ കണ്ടിട്ട് പറയാണ്, അമ്മച്ചിക്ക് വെള്ളം കൊടുക്കുക, ഇതാ അല്ലെങ്കിൽ അപ്പച്ചന് വെള്ളം കൊടു, ഇത് മരണത്തോട് മല്ലിട്ട് അടിക്കുന്നു, നിന്നെ പിന്നെ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്. ചില ഫാമിലി ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയും. ചില ഫാമിലി സമാധാനപരമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയും, ഞങ്ങളുടെ അമ്മച്ചിക്ക് അല്ലെങ്കിൽ അപ്പച്ചന് കിട്ടിക്കൊണ്ടിരുന്ന അലവൻസ് എല്ലാം കട്ടായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിന്നെ സാലറി തരാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇല്ല, സോ നീ മറ്റൊരു ജോലിയിലേക്ക് പോകാൻ. ദയവ് ചെയ്ത സുഹൃത്തുക്കളെ, നിങ്ങൾ വന്നിട്ട് 1-ാം മാസമോ 2-ാം മാസമോ 3-ാം മാസമോ അല്ലെങ്കിൽ 4 മാസത്തിനിടയ്ക്ക് നിങ്ങളെ ആ ഫാമിലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ കാരണം സാമ്പത്തികമില്ലായ്മയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാത്തവരാണ് എന്നാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടെർമിനേഷൻ, ഏത് രീതിയിലും നിങ്ങൾക്ക് ടെർമിനേഷൻ കിട്ടാം. നിങ്ങളൊരു നോട്ടത്തിൽ ഒരു ക്രൂരത വന്നാൽ പോലും ഐ കോണ്ടാക്റ്റിൽ, നിങ്ങളുടെ മുഖഭാവത്തിൽ, കാരണം ഒരു കെയർ ഗീവർ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ മുറി, നിങ്ങളെല്ലാ ജോലിയും കഴിഞ്ഞിരിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചും നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവാം. പക്ഷേ ആ ദേഷ്യം ആ മുറിയിൽ നിന്ന് ഇറങ്ങുന്നവരെ മാത്രം കാണിച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് മായിമാ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വയ്യാത്തൊരു അപ്പച്ചനെ അല്ലെങ്കിൽ വയ്യാത്തൊരു അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ തരത്തിലേക്കുള്ള ഒരു മാനസിക സമർപ്പണമില്ലാത്തവരൊന്നും ഈ പരിപാടിക്ക് പൈസ കൊടുത്ത് വരാതിരിക്കുക. അവസാനം ഈ പറയുന്നവർ പണിയെടുക്കത്തുമില്ല. ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പം ഉള്ള ഒരു പരാതിയാണ്, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കിതാണ് അവസ്ഥ എന്ന് പറയുന്നതിനപ്പുറം, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വന്നെങ്കിൽ ഈ ലക്ഷങ്ങളെക്കാൾ ലക്ഷങ്ങൾ ഞാൻ ഉണ്ടാക്കും, അതിനുവേണ്ടി ഞാനൊന്ന് സമർപ്പണം ചെയ്യണം, ഞാനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം, ഞാനൊന്ന് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള മുന്നൊരുക്കമുള്ളവർക്ക് മാത്രം ഈ മേഖല തിരഞ്ഞെടുക്കുക. സോ ഞാൻ ഫൈനലൈസ് ചെയ്യുകയാണ്. നിങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ 3-4 മാസം വരെ നിങ്ങളെ സഹിച്ചിട്ട് ആ ഫാമിലി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള എക്കണോമിക്കൽ സ്ട്രാറ്റജി ഇല്ല എന്ന് നിങ്ങളുടെ ചെവിയിൽ വന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ ഒരു കാശിനും കൊള്ളില്ല. നിങ്ങൾ ആ വീട്ടിൽ ജോലി ചെയ്യാൻ അർഹതയില്ലാത്തവരാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് കോപ്രായങ്ങളാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിക്കോ മക്കൾക്കോ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളോടിത് പറയുന്നത്. സോ പുതിയതായിട്ടുള്ള കെയർ ഗീവേഴ്സ് ഇത് ഒരുങ്ങുക. നമ്മുടെ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കെയർ ഗീവറായിട്ട് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. A to Z കാര്യങ്ങൾ, ഫാമിലി കൗൺസിലിംഗ് മുതൽ ഇവിടെ വന്നതിന് ശേഷമുള്ള നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടെ നിന്നുകൊണ്ട് ടീം വർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെസിയോനയിലെ വിശാലമായ ഒരു പാർക്കിൽ നിന്ന് സ്വന്തം ജിബി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. മല്ലുടെക് ജിബിസ് വ്ലോഗ്സിൻ്റെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുതിയതായിട്ട് കടന്നു വരുന്ന കെയർ ഗീവേഴ്സ് അവരുടെ വീടുകളിൽ ആത്മാർത്ഥതയില്ലാതെ, ഡെഡിക്കേഷൻ ഇല്ലാതെ, സമർപ്പണമില്ലാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അതിൽ മനസ്സ് മടുത്തുകൊണ്ട് ആ ഫാമിലിയിലെ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ മക്കൾ എല്ലാം കൂടി കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് കെയർ ഗീവേഴ്സിനെ ഒഴിവാക്കുന്നൊരവസ്ഥ, അതായത് ഇലയ്ക്കും മുള്ളനും കേടില്ലാത്ത രീതിയിൽ ഒഴിവാക്കുന്നൊരവസ്ഥ പല കെയർ ഗീവേഴ്സിനും പുതിയ കെയർ ഗീവേഴ്സിനും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ റീസൺ, നമ്മളൊരു പുതിയ ഫാമിലി വന്ന് കയറി നമ്മുടെ ലഗേജ് വെച്ച് നമ്മളൊരു ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യങ്ങൾ ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാനുള്ള കെയർ ഗീവേഴ്സിൻ്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള സമീപനം, ദ കെയർ ഗീവർ ഷുഡ് റിയലൈസ് ദ റിയലൈസേഷൻ ഓർ റിയാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത് പോലെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഫോണിക്കളി, ടൈം ടേബിൾ ഇല്ലാത്തൊരവസ്ഥ, ക്ലീൻ ചെയ്യുന്നൊരവസ്ഥ, ഒരു മച്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ പല വിധത്തിലുള്ള ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് മക്കൾ കൂടി തീരുമാനമെടുത്തിട്ട് അവർക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് അവർ പറയും, അതെ ഞങ്ങൾക്ക് ഈ അപ്പച്ചനെ നോക്കാനുള്ള അല്ലെങ്കിൽ ഈ അമ്മച്ചിയെ നിന്നെ വെച്ചുകൊണ്ട് നോക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രതയില്ല, അതുകൊണ്ട് നീ വേറൊരു ജോലി നോക്കിക്കോ കേട്ടോ, ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുന്നുള്ളൂ, ഞങ്ങൾക്ക് നിനക്ക് പേയ്മെൻറ്റ് തരാനില്ല. അപ്പം ആ കെയർ ഗീവർ ഓർക്കും, എത്ര നല്ല ഫാമിലി, പൈസ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ പറയുന്നത്, ഓക്കെ കുഴപ്പമില്ല എന്ന് ഓർക്കും. സത്യത്തിൽ നിങ്ങൾ അവിടുത്തെ പറഞ്ഞു വിടുകയാണ്.
സത്യത്തിൽ നിങ്ങളെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അവർക്ക് അപ്പച്ചനെ അമ്മച്ചി നോക്കാൻ ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ പേയ്മെൻറ്റ് കൊടുത്ത്, ഏജൻസിക്ക് പേയ്മെൻറ്റ് കൊടുത്ത്, സോഷ്യൽ വർക്കറെ വെച്ച് ചെക്ക് ചെയ്യിച്ച് അവിടുത്തെ എല്ലാ ലൈസൻസും അവിടുത്തെ എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിങ്ങളിവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തുന്നത് ആ അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാൻ ആ അപ്പച്ചനെ അമ്മച്ചിക്കും വേണ്ടി ഒരാളെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളും ആ വീട്ടിൽ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയും സമർപ്പണമില്ലായ്മയും ജോലിയോട് കൂറില്ലായ്മയും, എന്നാൽ ഫുൾ ടൈം ഫോൺ, രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഫോണാണ്, ഹെഡ്സെറ്റാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണിൻ്റെ ഏതെങ്കിലും സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഗ്രൂപ്പ് കോളും മറു സൈഡിൽ കുക്കിങ്ങുമാണ്. അപ്പച്ചൻ അവിടെ കിടന്ന് ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി തൊണ്ടപൊട്ടി ചുമയ്ക്കുമ്പം ഇപ്പറേ 3-4 കൂട്ടുകാർ കൂടി അവർ അറമാദിക്കുകയാണ്. എന്നിട്ട് കിടന്ന് കുണുകുണ ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ചതിന് അവസാനം മക്കൾ അവരുടെ ഇതിൽ കണ്ടിട്ട് പറയാണ്, അമ്മച്ചിക്ക് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അപ്പച്ചന് വെള്ളം കൊടുക്കുക, ഇത് മരണത്തോട് മല്ലിട്ട് അടിക്കുന്നു, നിന്നെ പിന്നെ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്. ചില ഫാമിലി ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയും. ചില ഫാമിലി സമാധാനപരമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, ഞങ്ങളുടെ അമ്മച്ചിക്ക് അല്ലെങ്കിൽ അപ്പച്ചന് കിട്ടിക്കൊണ്ടിരുന്ന അലവൻസ് എല്ലാം കട്ടായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിന്നെ സാലറി തരാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇല്ല, സോ നീ മറ്റൊരു ജോലിയിലേക്ക് പോകാൻ. ദയവ് ചെയ്ത സുഹൃത്തുക്കളെ, നിങ്ങൾ വന്നിട്ട് 1-ാം മാസമോ 2-ാം മാസമോ 3-ാം മാസമോ അല്ലെങ്കിൽ 4 മാസത്തിനിടയ്ക്ക് നിങ്ങളെ ആ ഫാമിലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ കാരണം സാമ്പത്തികമില്ലായ്മയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാത്തവരാണ് എന്നാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടെർമിനേഷൻ, ഏത് രീതിയിൽ നിങ്ങൾക്ക് ടെർമിനേഷൻ കിട്ടാം. നിങ്ങളൊരു നോട്ടത്തിൽ ഒരു ക്രൂരത വന്നാൽ പോലും, ഐ കോണ്ടാക്റ്റിൽ, നിങ്ങളുടെ മുഖഭാവത്തിൽ, കാരണം ഒരു കെയർ ഗീവർ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ മുറി നിങ്ങളെല്ലാ ജോലിയും കഴിഞ്ഞിരിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചി നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവാം. പക്ഷേ ആ ദേഷ്യം ആ മുറിയിൽ നിന്ന് ഇറങ്ങുന്നവരെ മാത്രം കാണിച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് മായിമ്മ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വയ്യാത്തൊരു അപ്പച്ചനെ അല്ലെങ്കിൽ വയ്യാത്തൊരു അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ തരത്തിലേക്കുള്ള ഒരു മാനസിക സമർപ്പണമില്ലാത്തവരൊന്നും ഈ പരിപാടിക്ക് പൈസ കൊടുത്ത് വരാതിരിക്കുക. അവസാനം ഈ പറയുന്നവർ പണിയെടുക്കത്തുമില്ല. ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പം ഉള്ള ഒരു പരാതിയാണ്, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കിതാണ് അവസ്ഥ എന്ന് പറയുന്നതിനപ്പുറം, ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വന്നെങ്കിൽ ഈ ലക്ഷങ്ങളെക്കാൾ ലക്ഷങ്ങൾ ഞാൻ ഉണ്ടാക്കും, അതിനുവേണ്ടി ഞാനൊന്ന് സമർപ്പണം ചെയ്യണം, ഞാനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം, ഞാനൊന്ന് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള മുന്നൊരുക്കമുള്ളവർക്ക് മാത്രം ഈ മേഖല തിരഞ്ഞെടുക്കുക. സോ ഞാൻ ഫൈനലൈസ് ചെയ്യുകയാണ്. നിങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ 3-4 മാസം വരെ നിങ്ങളെ സഹിച്ചിട്ട് ആ ഫാമിലി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള എക്കണോമിക്കൽ സ്ട്രാറ്റജി ഇല്ല എന്ന് നിങ്ങളുടെ ചെവിയിൽ വന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ ഒരു കാശിനും കൊള്ളില്ല. നിങ്ങൾ ആ വീട്ടിൽ ജോലി ചെയ്യാൻ അർഹതയില്ലാത്തവരാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് കോപ്രായങ്ങളാണ്. നിങ്ങൾ ആ വീട്ടിൽ കാണിക്കുന്നത് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിക്കോ മക്കൾക്കോ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഇത് പറയുന്നത്. സോ പുതിയതായിട്ടുള്ള കെയർ ഗീവേഴ്സ് ഇത് ഒരുങ്ങുക. നമ്മുടെ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കെയർ ഗീവറായിട്ട് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. A to Z കാര്യങ്ങൾ, ഫാമിലി കൗൺസിലിംഗ് മുതൽ ഇവിടെ വന്നതിന് ശേഷമുള്ള നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടെ നിന്നുകൊണ്ട് ടീം വർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെസ്സിയോനയിലെ വിശാലമായ ഒരു പാർക്കിൽ നിന്ന് സ്വന്തം ജിബി. താങ്ക് യു സോ മച്ച്.